നമസ്കാരം. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ സ്നാക്ക് ബോക്സിലും പിന്നെ ഈവനിങ് ചായേൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ പറ്റിയ ഒരു 10 മിനിറ്റിനുള്ളിൽ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു 4 ബ്രെഡ്, ഒരു വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു 3 ഒക്കെ മതിയാവും. പിന്നെ ഒരു മീഡിയം സൈസ് സവോള, പിന്നെ കുറച്ച് മല്ലിയില, ഒരു തണ്ട് കറിവേപ്പില, ഒരു ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അടുത്തതായിട്ട് ഈ ബ്രെഡ് ചെറുതായിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഉള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറ് അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ എടുക്കുന്നത് ഇതാണ്, ചോപ്പറാണ്. മിക്സിയുടെ ജാറായാലും പ്രശ്നമൊന്നുമില്ല. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രെഡും ഉള്ളിയും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പിന്നെ മസാലകളും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ ഇട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായി ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കൂടിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് കൂടെ പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കി എടുക്കുക. ചെറിയ ഉണ്ടകൾ ഏത് ഷേപ്പിൽ വേണം ആക്കിയെടുക്കാം. കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ മിക്സ് എല്ലാം ഞാനിങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, അതിന് പ്രശ്നമില്ല. ഇനി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഓരോ ബോൾസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും ബ്രെഡ് ആയതുകൊണ്ട്. ഒത്തിരി ലോ ഫ്ലെയിമും ആവാൻ പാടില്ല. ഒരു വശം ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ബോൾസ് എല്ലാം ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാവുന്നതാണ് എണ്ണയിൽ നിന്ന്. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് കൊണ്ടുള്ള ഇത് ഒരു ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. സ്നാക്ക് ബോക്സിലും ഈവനിങ് സ്കൂൾ വിട്ട് വരുമ്പോഴും എല്ലാം കൊടുക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. തീർച്ചയായും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്